بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن سيدنا محمد رسول الله ما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല നമ്മുടെ ഈ പഠന സംഗമം അവൻ്റെ പൊരുത്തത്തിലായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനോട്ടത്തിലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നാം ഈ പഠനവേദിയിൽ സംഗമിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് അള്ളാഹുവിനോടുള്ള മഹബത്തും അവൻ്റെ മുത്ത് ഹബീബിനോടുള്ള മഹബത്തും ഏറ്റി തരട്ടെ. അതുവഴി നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്ത് ദുന്യവിയും ഉഖ്റവിയുമായ സആദത്ത് നൽകി ദുന്യവിയും ഉഖ്റവിയുമായ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തആല നിറവേറ്റി തരട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞെത്തിയത് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ച് തുടങ്ങിയതിനെ സംബന്ധിച്ചാണ്. അല്ലാഹു തആല ആദം നബിയെ പടച്ചത് അലാ സൂറത്തുൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യത്തുൽ ഇൻസാൻ, അലാ സൂറത്തുൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിലാണ് പഠിച്ചത്. ഹഖീഖത്ത് മുഹമ്മദിയ്യത്ത് എന്ന് പറഞ്ഞാൽ നൂറ് മുഹമ്മദി, മുത്തുനബിയുടെ സാക്ഷാൽ രൂപം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷാൽ രൂപത്തിലാണ് ആദം നബി അലൈഹി സ്വലാമിനെ രൂപപ്പെടുത്തിയത്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം മുത്തുനബിയുടെ ഒരു പ്രഥമ കോപ്പിയായി, രൂപിയായി. ആദ്യത്തെ മുഹമ്മദിയൻ രൂപിയാണ്, മുത്തുനബിയുടെ പ്രഥമ രൂപിയാണ് ആദം നബി അലൈഹി സ്വലാം. അപ്പോൾ മുത്തുനബിയെ തന്നെയാണ് അല്ലാഹു തആല ആദ്യമായി വെള്ളിയാഴ്ച ദിവസത്തിൽ പടച്ചത്. അത് മുത്തുനബിയുടെ ഈ ഭൗതിക ലോകത്ത്, അല്ലെങ്കിൽ ഈ ബോഡികളുടെ ലോകം, ആലമുൽ അജ്സാം, ഈ ലോകത്ത് ആദ്യമായി മുത്തുനബി പ്രത്യക്ഷപ്പെടുന്നത് ആദം നബിയുടെ രൂപത്തിലാണ്. ആദം നബിയുടെ ആ രൂപത്തിൽ ആദം നബിയെ പഠിച്ചപ്പോൾ ആദം നബിയിലൂടെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് മുത്തനബിയുടെ പ്രഥമ രൂപമായി പഠിച്ച ദിവസം വെള്ളിയാഴ്ച. അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് വലിയ ബഹുമാനം കൊടുത്ത് വെള്ളിയാഴ്ച മുത്തനബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത്. ആദം നബിൻ്റെ മേലല്ല സ്വലാത്തെല്ലാം പറഞ്ഞത്, മുത്തനബിൻ്റെ മേലല്ല സ്വലാത്തെല്ലാം പറഞ്ഞത്. കാരണം മുത്തനബിനെ തന്നെയാണ് വെള്ളിയാഴ്ച പഠിച്ചത്. മുത്തനബിയുടെ പ്രതിബിംബമായ, അല്ലെങ്കിൽ പ്രഥമ രൂപം, അല്ലെങ്കിൽ പ്രഥമ പ്രതിനിധിയായ സയ്യിദുന ആദം അലൈഹിസ്സലാം, അൽ ഇൻസാൻ, യഥാർത്ഥ മനുഷ്യൻ, അൽ ഇൻസാൻ, ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ, സമ്പൂർണ്ണ മനുഷ്യനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ അല്ലാഹു തആല ആദം നബിയെ പടച്ചു. അപ്പോൾ അള്ളാഹുവിന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് എത്രമാത്രമുണ്ട്. ഭൂമിയിൽ കാണുന്ന മനുഷ്യന്മാരൊക്കെ അല്ലാഹു തആല മുഹമ്മദിൻ്റെ രൂപത്തിൽ പഠിച്ചു. മാത്രമല്ല, മുഹമ്മദ് എന്ന ലിപി, ആ ലിപിയിലാണ്, അറബി ഭാഷയിൽ ഭൂമിയിലുള്ള ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ. മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഭൂമിയിലെ ഭാഷ എന്ന് പറയാം. അതിൻ്റെ അപ്പുറത്തും ഭാഷകൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ. അതുകൊണ്ടാണ് ആ ഭാഷയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദ്യോഗിക പ്രബോധന ഭാഷ അറബി ഭാഷയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബി ഭാഷയാണ്. ആരാധനകളുടെ ഭാഷ അറബി ഭാഷയാണ്.
അതുകൊണ്ട് ആ അറബി ഭാഷയിൽ മുഹമ്മദ് എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ആ എഴുത്തിന്റെ രൂപത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ മനുഷ്യരെയും അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്. ഭൂമിയിൽ എവിടെ നോക്കിയാലും മുഹമ്മദാണ്. ഭൂമി തന്നെ മുഹമ്മദാണ്. കടലും കരയും നിൽക്കുന്നത് മുഹമ്മദ് എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കറസ്മി മുഹമ്മദിൻ, മുഹമ്മദ് എന്ന ലിപി പോലെ. ഈ റസ്മി മുഹമ്മദിൻ എന്ന ഭാഗം നിങ്ങൾ മൗലിദുൽ ഹുസ്നൈനി നോക്കിയാൽ അതിൻ്റെ അടിഭാഗത്ത് ആ രൂപം എഴുതി വെച്ചതായി കാണാം. മുഹമ്മദ് എന്ന ലിപി ഏത് ലിപിയാണ് മുഹമ്മദ് എന്ന് പലരും അറബി ഭാഷ എഴുതുമ്പോൾ പല ലിപിയിലും എഴുതുന്നവരുണ്ട്. ബിൽ ഖത്തിൽ കൂഫിയിൽ ഖദീം, പഴയ കൂഫി ലിപിയിൽ എഴുതണം. അലി റളിയല്ലാഹു അൻഹു പണ്ട് കൂഫയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ ലിപിയാണ് ഖത്ത് കൂഫി. ആ ഖത്ത് കൂഫിയിൽ എഴുതണം. ഖത്ത് കൂഫി കമ്പ്യൂട്ടർ അറിയുന്നവർക്ക് അറിയാം. കമ്പ്യൂട്ടറിൽ എഴുതുന്ന ടൈപ്പ് ചെയ്യുന്ന ആളുകൾ അവർ മുഹമ്മദ് എന്ന് ഏതെങ്കിലും ലിപിയിൽ മുഹമ്മദ് എന്ന് എഴുതിയ ശേഷം ആ ലിപി സെലക്ട് ചെയ്ത് ഖത്ത് കൂഫി ആക്കി കൊടുത്താൽ ഉടൻ അതൊരു മനുഷ്യരൂപത്തിലായി വരും. മുഹമ്മദ് എന്നുള്ള ലിപി മുഹമ്മദ് എഴുതിയത് ഒരു മനുഷ്യൻ കിടക്കുന്നത് പോലെ തോന്നും. ആ മീമ് മനുഷ്യന്റെ തലയായിരിക്കും. രണ്ട് കൈകളായിരിക്കും. രണ്ടാമത്തെ മീമ് വയറിന്റെ ഭാഗവും. പിന്നെ മുഹമ്മദ് ദാല്, ആ ദാല് രണ്ട് കാലുകളും. അങ്ങനെ ഒരു മനുഷ്യൻ നല്ല രൂപത്തിൽ കിടക്കുന്നതായി തോന്നും. മുഹമ്മദ് എന്ന് നേർക്കുനേരെ നമ്മൾ സാധാരണ എഴുതുന്ന രൂപത്തിലല്ലാതെ ഒന്ന് നിവർത്തി ലംബമായ രൂപത്തിൽ എഴുതിയാൽ ഒരു മനുഷ്യൻ അറ്റൻഷനായി നിൽക്കുന്നത് പോലെ തോന്നും. അത് മൗലിദുൽ ഹുസ്നൈനിയുടെ ആദ്യ ഭാഗത്ത് അതിൻ്റെ ഒരു രൂപവും കൊടുത്തതായി നിങ്ങൾക്ക് കാണാം. അപ്പൊ റസ്മി മുഹമ്മദിൻ, മുഹമ്മദ് എന്ന ലിപി പോലെ ബിൽ ഖത്തിൽ കൂഫിയിൽ ഖദീം, പഴയ കൂഫി ലിപിയിൽ അൽ മുബാൻ, അക്ഷരങ്ങൾ വേർതിരിച്ചുകൊണ്ടുള്ള പഴയ കൂഫി ലിപിയിൽ എഴുതിയാൽ മുഹമ്മദ് എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെയാണ് അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ മനുഷ്യരെയും പഠിച്ചത്. ആദ്യം ആദം നബി അലൈഹി ഇസ്ലാമിനെ അങ്ങനെയാണ് അല്ലാഹു തആല പഠിച്ചത്. ഫഖദാഇറത്തിൽ മീമി റഅസുഹു വകൽ ഹാഇൽ യദാൻ വകൽ മീമി സാനിയതി ബത്നുഹു വകദ്ദാലിർ റിജ്ലാൻ. അല്ലാഹ്, ഫഖദാഇറത്തിൽ മീമി, മീമിന്റെ ആ വട്ടം, മീമ് ഒരു വട്ടം അതിന്റെ തുടക്കത്തിലുണ്ടാവും. മീമെന്നൊരു മനുഷ്യനാ. മുഹമ്മദിന്റെ ആദ്യ അക്ഷരം തന്നെ മനുഷ്യരൂപത്തിലാണുള്ളത്. മീമ് എന്ന് പറഞ്ഞ ആദ്യ അക്ഷരം തന്നെ ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുകയാണ്. മീം. ആ മീമ് ഫഖദാഇറത്തിൽ മീമി, മീമിന്റെ കെട്ട്, മീമിന്റെ ആ വട്ടക്കണ്ണി, ആ കെട്ട് റഅസുഹു, അത് മനുഷ്യന്റെ തലയായിട്ട് സങ്കല്പിക്കാം. കൂഫി ലിപിയിൽ ആ മീമിന്റെ കെട്ട് കണ്ടാൽ മനുഷ്യന്റെ തലയായി തോന്നും. വകൽ ഹാഇ അൽ യദാൻ, ഹാഇന്റെ രൂപം, മുഹ എന്നുള്ള ഹാഇന്റെ രൂപം അത് രണ്ട് കൈകളായി രൂപപ്പെടും. വകൽ മീമി സാനിയത്തി, മുഹമ്മദ് രണ്ടാമത്തെ മീമ്, അവിടെ രണ്ട് മീമുണ്ട്, ഷദ്ദുള്ള മീമായതുകൊണ്ട് രണ്ട് മീമുണ്ട്. ആ രണ്ടാമത്തെ മീമ് ബത്നുഹു, അത് മനുഷ്യന്റെ വയറിന്റെ ഭാഗമായി കാണും, വയറിന്റെ ഭാഗമായി തോന്നും. വഖദ്ദാലിർ റിജ്ലാൻ, ഇനിയുള്ളത് മുഹമ്മദ് എന്ന ദാലാണ്. ദാലാണെങ്കിൽ ദാല് പോലെ, ദാല് രണ്ട് കാലുകളുടെ ഭാഗമായിട്ടും തോന്നുന്നതായി കാണാം. ഇങ്ങനെ മുഹമ്മദ്, മീമ് ഹാഇ, മീമ് ദാല്,
കാഴ്ചയിൽ 4 അക്ഷരം, ഫലത്തിൽ 5 അക്ഷരം. ഇങ്ങനെ 5 അക്ഷരങ്ങളിലൂടെയാണ് മുഹമ്മദ് എന്നുള്ള ആ വിശുദ്ധ നാമമുള്ളത്. ആ വിശുദ്ധ നാമത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. മുഹമ്മദ് എന്ന വിശുദ്ധ നാമത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. ഒരു കുട്ടിക്ക് പേര് വെക്കുമ്പോ ഏത് പേരാ ഏറ്റവും ശ്രേഷ്ഠമായ പേര്, ഉത്കൃഷ്ടമായ പേര്? അഫ്ളലുൽ അസ്മായി അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. പേരുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേര് അബ്ദുല്ലാഹ് എന്നുള്ള പേരാണ്. പിന്നീട് അബ്ദുറഹ്മാൻ എന്നുള്ള പേരാണ്. ചില ഹദീസുകളിൽ മുഹമ്മദ് എന്നുള്ള പേരാണ് എന്നും കാണാം. അപ്പോ ഹനഫി മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറയുന്നത് നിരുപാധികം പേരുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേര് അത് മുഹമ്മദ് എന്നുള്ള പേരാണ്. പിന്നെയാണ് അബ്ദുല്ലാഹി അബ്ദുറഹ്മാനൊക്കെ ഉള്ളത്. അതിനവർ തെളിവ് പറയുന്നത് പേരുകളെ കൂട്ടത്തിൽ നിരുപാധികം ശ്രേഷ്ഠമായ പേര് അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ എന്നാണെങ്കിൽ അല്ലാഹു തആല ആ പേരായിരിക്കും അവന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് വിളിക്കുന്ന പേര്. റസൂലുള്ളാഹിക്ക് വിട്ട പേര് മുഹമ്മദ് എന്നല്ലേ? അപ്പൊ മുഹമ്മദ് ആയിരിക്കണം ഏറ്റവും ശ്രേഷ്ഠമായ പേര് എന്ന അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. നമ്മുടെ മദ്ഹബിൽ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫയിലും മറ്റു പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ പേര് അബ്ദുല്ലാഹി എന്നാണ്. അബ്ദുല്ലയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പേര്. അബ്ദുല്ലാ എന്നാണ് അള്ളാഹിന്റെ അടിമ എന്ന്. പിന്നെ അബ്ദുറഹ്മാൻ. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേരാവേണ്ട ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ള നേരത്തെ അഭിപ്രായം അത് ഇവിടെ അവഗണിക്കപ്പെടുന്നില്ല. അബ്ദുല്ല എന്നുള്ളത് റസൂലുള്ളാഹിയുടെ പേരാണ്. അബ്ദുറഹ്മാനും റസൂലുള്ളാഹിയുടെ പേരാണ്. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി കാദു യകൂനൂന അലൈഹി ലിബദാ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിനെ പറ്റി. അബ്ദുല്ലാന്ന് സാക്ഷാൽ അബ്ദുല്ലയാവാന് അർഹത ഉള്ളത്, അബ്ദുല്ലയാവാനുള്ള കപ്പാസിറ്റി ഉള്ളത്, ക്വാളിഫിക്കേഷൻ ഉള്ളത് അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. സാക്ഷാൽ അബ്ദുല്ല റസൂലുള്ളാഹി അബ്ദുല്ല ആയിട്ട് വേറെ ആരെങ്കിലും അബ്ദുല്ല ആയിട്ടുള്ളൂ. റസൂലുള്ളാഹി അബ്ദുല്ല ആയതുപോലെ വേറൊരു നബിക്കും ഒരു റസൂലിനും ഒരു മലക്കിനും ഒരു വലിയനും ഒരു കുതുബിനും അബ്ദുല്ലയാവാന് സാധിക്കില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ വിശുദ്ധ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അബ്ദുല്ല. അത് പണ്ഡിതന്മാരെ കൈമത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും അത് തന്നെയാണ്. അബ്ദുറഹ്മാനും റസൂലുള്ളാഹിയുടെ പേര് തന്നെയാണ്. അല്ലാഹു തആലാക്കൾ എല്ലാ പേരിലേക്കും അബ്ദ് ചേർത്തിയിട്ട് റസൂലുള്ളാഹിക്ക് പേരുണ്ട്. റസൂലുള്ളാഹിന്റെ പേര് തന്നെ റഊഫ്. റസൂലുള്ളാഹിന്റെ പേര് തന്നെയാണ് റഹീം. ഖുർആൻ തന്നെ പറഞ്ഞ പേരാ റഊഫ് റഹീമ. റസൂലുള്ളാഹിന്റെ പേര് തന്നെയാണ് ബസീർ. റസൂലുള്ളാഹി കുറെ പേരുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ പേരിന്റെ എണ്ണൊന്നും നമ്മൾ കൊണ്ട് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിന് കാരണം എന്താ? അള്ളാഹിന്റെ പേരിന്റെ എണ്ണം നമ്മൾ തിട്ടപ്പെടുത്താൻ കഴിയാത്തത്. അഹ്മദുൽ കബീർ ജിഫായി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ലോകത്തുള്ള മണൽത്തരികൾ എത്രയുണ്ടോ ആ മണൽത്തരികളുടെ എണ്ണത്തോളവും ലോകത്ത് എത്ര ഇലകളുണ്ടോ ആ ഇലകളുടെ എണ്ണത്തോളവും എണ്ണമനുസരിച്ചും അല്ലാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന വിശുദ്ധ നാമങ്ങളുണ്ട് എന്നാ പറഞ്ഞു. ആ പേരുകളൊക്കെ അല്ലാഹു തആല ആ പേരുകളിൽ നിന്ന് പല പേരും അല്ലാഹു എന്നുള്ള പേര്, റഹ്മാൻ എന്നുള്ള പേരല്ലാത്ത പേരുകളൊക്കെ റസൂലുള്ളാഹിക്ക് ഇടാൻ പറ്റിയ പേരുകൾ റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എന്ന് കാണാം. അപ്പോ റസൂലുള്ളാഹിയുടെ പേര് എത്രയെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയൂല. എന്തായാലും അള്ളാഹിന്റെ പേരുകളിലേക്ക് അബ്ദ് ചേർത്തുകൊണ്ട് ഏത് പേരുക്കും അബ്ദ് ചേർത്തി ആർക്കും പേരിടാം. ആ പേരിടല്
യഥാർത്ഥ പേരാവണമെങ്കിൽ ആ കോലം പോലെ ആവണേ. അബ്ദുല്ലാഹി എന്നൊരാളെ പറ്റി പറയണമെങ്കിൽ അള്ളാഹുവിന്റെ അടിമ എന്നാണ് അല്ലേ? അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാ. എന്താ അർത്ഥം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്കാരത്തിലും പറയുന്ന വാക്കാ. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന ഉളുണ്ടാക്കിയ ചൊല്ലുന്ന വാക്കാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എന്താ ഇതിന്റെ അർത്ഥം? അബ്ദുഹു വറസൂലുഹു. അബ്ദുഹു എന്ന് പറഞ്ഞാല് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അള്ളാഹുവിനക്ക് ഏറ്റവും വലിയ ആരാധന ആരാധിക്കുന്ന ആളാണ്. അത് അബ്ദുഹു എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അള്ളാഹിന്റെ അടിമയായിട്ട് നിൽക്കുക, അതാണ് ഏറ്റവും വലിയ ആരാധന. ഫുൾ ടൈം അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കുക, അള്ളാഹുവിൽ നിന്ന് ചിന്ത മറയാതെ ഫുൾ ടൈം അള്ളാഹുവിൽ റെഡിയായി അള്ളാഹുവിന്റെ മുന്നിലുണ്ടായിരിക്കുക. അതല്ലേ അടിമയുടെ ഏറ്റവും വലിയ സ്ഥാനം. അങ്ങനെ നിൽക്കാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചിട്ടുണ്ട്. ഔലിയാക്കന്മാരൊക്കെ അങ്ങനെയാണെങ്കിലും എപ്പോഴെങ്കിലും അവർക്ക് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അതിൽ കുറഞ്ഞൊരു കുറവ് സംഭവിക്കുന്നുണ്ട്. അള്ളാഹുവിൽ ഭാഗികമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ഭാഗം അതിലുപരി സൃഷ്ടികളോട് ബന്ധമായി പോകുന്നുണ്ട് വലിയ. പലപ്പോഴും പൂർണ്ണമായി അള്ളാഹുവിൽ നിന്ന് അകലുന്നില്ലെങ്കിലും അതിൻ്റെ ഡോസിൽ കുറവ് വരുന്നുണ്ട് വലിയ. എന്നാ നബിയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത നബിമാരും മുർസലീങ്ങളും അവര് സൃഷ്ടികളുമായി വലിയ ബന്ധം സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകലുന്നില്ല. പക്ഷേ അവരുടെ അള്ളാഹുമായിട്ടുള്ള ആ കണക്ഷനിൽ, ആ ബന്ധത്തിൽ ഒരു കാർമേഘം വീഴുന്നത് പോലെ ചെറിയൊരു മറ അവിടെ ചെറിയ രൂപത്തിൽ അവിടെയും അവർക്കൊരു അവ്യക്തത സംഭവിക്കുന്നുണ്ട് എന്നാണ് അഖ്ത്വാബിയങ്ങളിൽപ്പെട്ട മഹാന്മാരൊക്കെ വിലയിരുത്തുന്നത് പറയുന്നത്. അതുകൊണ്ട് രണ്ട് ഭാഗവും ഹക്കിനെയും ഖൽഖിനെയും, അള്ളാഹുവിനെയും സൃഷ്ടികളെയും, സൃഷ്ടാവിനെയും സൃഷ്ടികളെയും ഒരുപോലെ ഒരു കുറവും വരുത്താതെ അള്ളാഹുവിൽ ലയിച്ച അതേ അളവിൽ തന്നെ സൃഷ്ടികളോടുമായി ബന്ധപ്പെടുന്നതിൽ കുറവില്ലാതെ അപാകത സംഭവിക്കാതെ പൂർണ്ണമായി അള്ളാഹുവിൽ ലയിക്കേണ്ട രൂപത്തിൽ ലയിച്ചുകൊണ്ട് നിൽക്കാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുത്തത് റസൂലുള്ളാഹിക്ക് മാത്രം. മലക്കിന് വരെ ആ കഴിവ് കൊടുത്തിട്ടില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് വരെ ആ കഴിവ് കൊടുത്തിട്ടില്ല. മുഖറബീങ്ങളായ പല മലായികത്തുണ്ട്, അവർക്കൊന്നും ആ കഴിവ് അല്ലാഹു കൊടുത്തിട്ടില്ല. അത് കൊടുത്തത് റസൂലുള്ളാഹിക്ക്. അതാ റസൂലുള്ളാഹിയുടെ കഴിവ്, റസൂലുള്ളാഹിയുടെ ശക്തി. അതുകൊണ്ടാണ് അബ്ദുഹു എന്ന് പറയുന്നത് റസൂലുള്ളാഹിനെ പറ്റി. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ആബിദ്, അള്ളാഹു തആലക്ക് പൂർണ്ണമായ രൂപത്തിൽ ഇബാദത്തെടുത്ത ആള് ഇതാണ് അബ്ദുഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോ റസൂലുള്ളാഹിയാണ് അബ്ദുള്ള, സാക്ഷാൽ അബ്ദുള്ള, അള്ളാഹിന്റെ അടിമാന്ന് ശരിക്കും പറയാൻ പറ്റിയത് റസൂലുള്ളാഹി. അത് അള്ളാഹ് കൊടുത്ത സർട്ടിഫിക്കറ്റാണ് റസൂലുള്ളാഹിക്ക്. അതാണല്ലോ വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിക്ക് അള്ളാഹ് നൽകിയ വലിയ സ്ഥാനമാനങ്ങൾ പറയുന്നത് അബ്ദ് എന്ന. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, എനിക്ക് ഏറ്റവും ആരാധിക്കുന്ന, ഞാൻ എപ്പോ നോക്കിയാലും എൻ്റെ മുന്നിൽ റെഡിയായിട്ട് നിൽക്കുന്ന എൻ്റെ അടിമ. ആ അടിമയെ അള്ളാഹുവിലേക്ക് വിളിച്ചു. അള്ളാഹുമായി കൂടിക്കാഴ്ച നടത്താൻ അള്ളാഹു തആല ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത്, റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിളിച്ചു. ഇസ്റാ മിഅ്റാജ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ തുടക്കം മുതൽ ലോകാന്ത്യം വരെ വരാനിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും
എല്ലാ മനുഷ്യർക്കും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും വിവരിച്ച ഒരു സമഗ്രമായ ദിവ്യവേദമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ കൂടാതെ 103 ഗ്രന്ഥങ്ങൾ വേറെ ഇറക്കിയിട്ടുണ്ട്. വിവിധ അംബിയാ മുർസലീങ്ങൾ, വിവിധ പ്രവാചകന്മാർ, 103 ഗ്രന്ഥങ്ങൾ. ആ 103 ഗ്രന്ഥത്തിലുള്ളതും അതിലില്ലാത്തതും വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മഹാഭാഗ്യാണ്. കാരണം എല്ലാ ഇൽമും രേഖാമൂലം കൊടുത്തു അല്ലാഹു തആല. വിശുദ്ധ ഖുർആനിൽ എല്ലാ ഇൽമും ഉണ്ട്. ആ രേഖാമൂലം കൊടുത്തിക്ക വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുക്കണ്ടേ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുത്ത് റസൂലുള്ളാഹിന്റെ മഹബത്ത് വെച്ച് അല്ലാഹുവിലേക്ക് തഖർറുബാകുന്ന ഇമാമിയങ്ങള്, ആരിഫീങ്ങള്, അവര് വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് അവർക്ക് ആ വിശാലമായ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, വിശുദ്ധ ഖുർആനിലെ ബിസ്മിയുടെ ബാ കണ്ടാൽ തന്നെ അതിൻ്റെ കൂടെ എല്ലാ ആശയങ്ങളും എടുത്തു പറയാൻ സാധിക്കും. മാത്രമല്ല അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ ആളുകൾ പറയുന്നത് വിശുദ്ധ ഖുർആന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയതും ഇവിടുന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഖുർആന്റെ എല്ലാ തഫ്സീറുകളും ലൗഹുൽ മഹ്ഫൂദിൽ ശരിയായ തഫ്സീർ, വ്യാഖ്യാനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെ മഅന മനസ്സിലാവാത്ത പ്രശ്നം ആരിഫീങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പൊ വിശാലമായ അർത്ഥം ലഹാ മഅനിൻ കമൗജിൽ ബഹരി ഫി മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. വിശുദ്ധ ഖുർആന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇമാം ബൂസീരി അൽ ആരിഫുൽ കാമിൽ എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് വിശേഷിപ്പിച്ച ഇമാം ബൂസീരി പറയാ ലഹാ മഅനിൻ കമൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകളെ പോലെ ധാരാളം മഅനകള് തിരയടിക്കുന്ന ഒരു മഹാവിജ്ഞാന സാഗരമാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും. അപ്പൊ അതിന്റെ വ്യാഖ്യാനം അങ്ങനെ വിശുദ്ധ ഖുർആൻ ഉണ്ടായിട്ട് കാര്യമില്ല. അതിന്റെ വ്യാഖ്യാനം ആര് പറഞ്ഞു തരും? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ആ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞു തരാനുള്ളത്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു തന്നു. റസൂലുള്ളാഹിയുടെ മുഴുവൻ ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വ്യാഖ്യാനമായി കൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹിയുടെ ഏതൊരു ഹദീസും വരിക. ആ ഹദീസിന് നാം ചെറിയ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരർത്ഥം മനസ്സിലാവും, ഒരർത്ഥം മനസ്സിലാകാത്ത അന്ധന്മാരുമുണ്ട്. വലിയ കണ്ണുകൊണ്ട് നോക്കിയാൽ ലഹാ മഅനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറായ വ്യാഖ്യാനമായ സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ഹദീസുകളും അതിനും ഉഅ്തീതു ജവാമിഅൽ കലിം, ഞാൻ പറയുന്ന വാക്ക് ഒരൊറ്റ വാക്കാണെങ്കിലും അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ധാരാളം മേഖലകളിലേക്ക് അതിൽ സൂചനകളുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിവ് നിങ്ങൾക്ക് വേണം, നിങ്ങൾ അങ്ങോട്ട് ഉയർന്നു വരണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോ അങ്ങനെ ഉള്ള വലിയ ഇൽമിന്റെ സമാഹാരമായ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ ഇറക്കി കൊടുത്ത വിഷയം വലിയ നിഅമത്താണ്. അത് പറഞ്ഞപ്പോഴും പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അബ്ദ് ആയതുകൊണ്ട്, എൻ്റെ അബ്ദ് എന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അബ്ദ് ആയതുകൊണ്ടാണ് ഞാൻ കിതാബ് ഇറക്കി കൊടുത്തത് എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട്
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുള്ളേന് അബ്ദുറഹ്മാനാണ് പേരൊക്കെ റസൂലുള്ളാഹിക്ക്. മുഹമ്മദ് എന്നുള്ള പേരാണ് ഭൂമിയിൽ റസൂലുള്ളാഹിയുടെ പേരുകളിൽ ഏറ്റവും അറിയപ്പെട്ട പേര്. ആകാശത്ത് അറിയപ്പെട്ട പേര് അഹ്മദ് എന്നുള്ള പേരാണ്. ഈ രണ്ട് പേരുകൾക്ക് കുറെ പ്രത്യേകത ഉണ്ട്. മുഹമ്മദ് എന്ന പേരിനും അഹ്മദ് എന്നുള്ള പേരിനും. മുഹമ്മദ് എന്ന പേര് ഇമാം സുയൂത്തി പറഞ്ഞ്, മുഹമ്മദ് എന്ന പേര് ഒരു കുട്ടിക്ക് നൽകിയാൽ ആ പേരിട്ട ഉപ്പയും കുട്ടിയും ഒക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടും എന്ന് ഹദീസുണ്ട്. ആ ഹദീസ് മൗലൂ അല്ല, വ്യാജമല്ല, അത് ബലഹീനമല്ല, അത് ഹസനാണ്, ബലപ്പെട്ട ഹദീസാണ് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി. മുഹമ്മദ് എന്ന് പേരുള്ള വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാവും. മുഹമ്മദ് എന്ന് പേരുള്ള ഒരു കുട്ടിയെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടില് നിഅമത്തും ബറക്കത്തും ഉണ്ടാവും, റിസ്ക് വിശാലാവും. പിന്നെ ധാരാളം ഹദീസ് അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ചിലതൊക്കെ ബലഹീനാണ്. എന്നിരുന്നാലും മൊത്തത്തില് മുഹമ്മദ് എന്ന് പേരിടുന്നതിന് വലിയ പ്രത്യേകത ഉണ്ട്. അപ്പൊ മക്കൾക്ക് ആൺകുട്ടികളുള്ളവര് ആൺകുട്ടികൾക്ക് മുഹമ്മദ് കൂട്ടി പേരിടണം. ഒരിക്കൽ വെറും മുഹമ്മദ് ഇടുക, അല്ലെങ്കിൽ മുഹമ്മദിലൂടെ വേറെ പേരും കൂടെ കൂട്ടിയിട്ടുണ്ട്. പേരുകളെ പറ്റി ഇപ്പൊ പറയാൻ സമയമല്ല. മുഹമ്മദ് എന്നുള്ള പേരാണ് ഭൂമിയിൽ അറിയപ്പെട്ട പേര്. ആകാശത്ത് അറിയപ്പെട്ട പേര് അഹ്മദുമാണ്. ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് നിന്ന് വന്ന ആളായതുകൊണ്ട് ഈസാ നബി പരിചയപ്പെടുത്തിയത് മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്നാണ്. അതെന്താ അങ്ങനെ ആകാൻ കാരണം? അവിടെ അഹ്മദും ഇവിടെ മുഹമ്മദ്. ഇവിടെ പിന്നെ എല്ലാവരും ആളാകണമെന്ന് തോന്നുന്ന ലോകമാണ് നമ്മൾ ഭൂമിയല്ലേ. എല്ലാവരും ദൈവത്തിനെ സ്തുതിക്കാൻ മനസ്സ് കാണിക്കുന്നവരും കാണിക്കാത്തവരുണ്ട്. പക്ഷെ ദൈവത്തിനെ സ്തുതിക്കാൻ മനസ്സ് കാണിക്കാത്തവരും താൻ സ്തുതിക്കപ്പെടണമെന്ന് മോഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ മുഹമ്മദീങ്ങളാണ് കൂടുതൽ. സ്തുതിക്കപ്പെടുന്നവരാണ് ഇവിടെ കൂടുതൽ, സ്തുതിക്കുന്നവരല്ല. അതുകൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുടെ ലോകത്ത് വരുമ്പോൾ ഏറ്റവും സ്തുതിക്കപ്പെടുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സർവരാലും സ്തുതിക്കപ്പെടുന്നവൻ, എന്നിൽ നിന്ന് പ്രകടമാവുന്ന വാക്കും പ്രവൃത്തിയും എൻ്റെ മുഴുവൻ സ്റ്റാറ്റസുകളും എൻ്റെ മുഴുവൻ അവസ്ഥകളും സ്തുതിക്കപ്പെടും എന്നാണ് മുഹമ്മദ്. അന മുഹമ്മദുൻ ഖൗലൻ വഫഇലൻ വഹാലൻ എന്ന എൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഞാൻ മുഹമ്മദാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കും പ്രവൃത്തിയും ചലനങ്ങളും മുഴുവൻ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് സ്തുതിക്കപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലാണ് എന്നാണ്. ആകാശത്ത് ചെന്നാൽ അവിടെ പിന്നെ ആളാവാന് മഹ്മൂദ് ആവാന് സ്തുതിക്കപ്പെടുന്ന ആളാവാൻ ശ്രമിക്കുന്നവരല്ല അവിടെ ഏറ്റവും അവിടെ മത്സരം, ആകാശത്തുള്ള മത്സരം അള്ളാഹിനെ ഏറ്റവും ഹാമിദാവാൻ ശ്രമിക്കുന്നവരാ. ഞാൻ ഏറ്റവും ഹാമിദാവും, ഞാനാവും അള്ളാഹിനെ ഏറ്റവും സ്തുതിക്കുന്നവന്, ഞാനാവണം ഏറ്റവും അള്ളാഹുവിനെ പ്രശംസിക്കുന്നവന്, തസ്ബീഹ് ചൊല്ലിയവന്. ഇങ്ങനെ ഹാമിദാവാൻ സ്തുതിക്കുന്ന ലോകമാണ് ആകാശലോകം, മലക്കുകളുടെ ലോകം, മലക്കൂത്ത്. അവിടെ റസൂൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ചെറുതായി പോകരുത്. അവിടെ റസൂൽ ചെല്ലുമ്പോൾ അഹ്മദ, ആ മലക്കുകളെക്കാളൊക്കെ സ്തുതിക്കണമെങ്കിൽ ആദ്യം ഒരു വ്യക്തിനെ സ്തുതിക്കണമെങ്കിൽ പ്രശംസിക്കണമെങ്കിൽ ആ വ്യക്തിനെ കുറിച്ച് അറിയണ്ടേ. അറിയാതെ പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞ തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ റസൂലുള്ളാഹിക്ക് കോരിയാ തീരാത്ത വിവരം അല്ലാഹുവിനെ പറ്റിയുണ്ട്. ജിബ്രീൽ ഇസ്ലാമിൻ്റെതൊക്കെ തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അള്ളാഹിനെ പറ്റിയുള്ള മാരിഫത്ത് കോരിയാ തീരാത്ത മാരിഫത്ത്, പറഞ്ഞാ തീരാത്ത മാരിഫത്ത്. അപ്പൊ അവിടെ എത്തുമ്പോൾ റസൂലുള്ളാഹി അഹ്മദുൽ ഹാമിദീൻ, അള്ളാഹുവിനെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അള്ളാഹിനെ സ്തുതിക്കുന്ന ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ റസൂലുള്ളാഹിന്റെ പേരുകളൊക്കെ ആലോചിച്ചാൽ അതൊക്കെ റസൂലുള്ളാഹിക്ക് വലിയ മൗലിദ, വലിയ മദ്ഹാണ്. അതുകൊണ്ട് തന്നെ പല ഇമാമിയങ്ങളും റസൂലുള്ളാഹിന്റെ പേരിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് കിതാബ് എഴുതി വയ്ക്കുന്നുണ്ട്. തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്നൊക്കെ പറഞ്ഞ് 2 പാളിയുള്ള കിതാബ് എഴുതിയ മഹാന്മാർ. അപ്പൊ അങ്ങനെ
പല മഹാന്മാരും റസൂലുള്ളാഹിന്റെ പേരിനെ പറ്റി കിതാബ് എഴുതിയിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് എന്നുള്ളത്, മുഹമ്മദ് അഹ്മദ് എന്നുള്ളത് രണ്ടും ഔലിയാന്റെ മഖാമിൽ വലിയ രണ്ട് മഖാമിന്റെ പേരാണ്. മുഹമ്മദ് എന്നുള്ള മഖാമും അഹ്മദ് എന്നുള്ള മഖാമും. ഔലിയാക്കന്മാർ ഓരോ മഖാമൊക്കെ എത്തുമ്പോൾ ഓരോ പേരിട്ടു. ഔത്താദീങ്ങൾ മഖാമുണ്ട്. ഔത്താദീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വലിയ മഖാമ്, ഇമാം പറഞ്ഞ മഖാമ്, അതിന്റെ അപ്പുറത്തുള്ള മഖാമ്, കുത്തുബ് പറഞ്ഞ മഖാമ്. കുത്തുബിന് തന്നെ പല മഖാമുണ്ട്. ആ മഖാമൊക്കെ കയറുമ്പോ ആളെ പേരിങ്ങനെ മാറും, നമ്മളത് അറിയില്ല. നമുക്ക് എപ്പോഴും അയാള് കുഞ്ഞമൂല്യരാണ്. നമുക്ക് ചില കുഞ്ഞനൊക്കെ വിട്ടുപോയി വലിയ മൂല്യരായത് നമ്മൾ അറിയില്ല. ഔത്താദിന് ലോകത്തിന്റെ 4 ദിക്ക് ഹിഫ്ള് ചെയ്യാൻ അല്ലാഹു തആല ഏൽപ്പിക്കുന്ന 4 ഔലിയാണ്. അവർക്ക് അല്ലാഹു തആല പല പേരിട്ടിട്ടുണ്ട്. പല പേരിലാണ് അവരെ ഔലിയാക്കന്മാരുടെ ഇടയിൽ വിളിക്കപ്പെടുന്നത്. അതില് ആ പേര് അന്ന് ആ ചുമതല ഏറ്റ് ആ മഖാമിൽ ഇരിക്കുന്ന അങ്ങനെയാണ് ഔലിയാക്കന്മാർ ഓലടിയിൽ വിളിക്കുക. പിന്നെ അവിടുന്നാണ് കയറി കുത്തുബിന്റെ മഖാമ് എത്തി. കുത്തുബിന്റെ മഖാമിൽ എത്തിയാൽ ആ മഖാമ് മുഹമ്മദ് എന്ന മഖാമാണ്. അപ്പോ ആ മഖാമിൽ ഇരിക്കുന്ന ആളെ പത്ത് മുഹമ്മദ് ആരാ? മുഹമ്മദ് എന്നാണ് അന്നേരം വിളിക്കുക. പറഞ്ഞു, എന്റെ പേര് ഇസ്മി ഇസ്മു ഖൈറിൽ അംബിയായി. ഖൈറുൽ അംബിയായിന്റെ പേരാണ്. ഏതാണ്? എന്റെ പേര് അബ്ദുൽ ഖാദിർ അല്ലേ? എന്റെ പേര് അബ്ദുൽ ഖാദിർ ആണല്ലോ. പിന്നെ എങ്ങനെ ഇപ്പൊ ഇസ്മു ഖൈറുൽ അംബിയായിന്റെ പേരായി? അല്ലെങ്കിൽ പേര് പറയുന്നതിൽ എന്ത് ഇരിക്കുന്നു? ഒരാൾ എന്റെ പേര് ബീരാൻകുട്ടിയാണ്, എന്റെ പേര് ഏക്കുട്ടിയാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ ഇരിക്കുന്നത്? അപ്പൊ അത് പേരല്ല പറയുന്നത്. ഇസ്മി എന്ന ഔലിയാന്റെ അടിയിൽ എന്റെ പേര്, ഔലിയാന്റെ മഖാമിലുള്ള എന്റെ പേര്. ഒരാളെ പേര് പറയുന്നതിൽ എന്താ കാര്യം? ഔലിയാന്റെ മഖാമിൽ എന്റെ പേര് ഇസ്മു ഖൈറുൽ അംബിയായി മുഹമ്മദ് എന്നപ്പന്റെ പേര് എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുർസിയിൽ, ആ കസേരയിലാണ്, ആ സീറ്റിലപ്പം ഇരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ ഖലീഫയായിട്ട്, അവിടുത്തെ നായിബായി, പ്രതിനിധിയായി ഇപ്പൊ ഞാൻ ആ സീറ്റിൽ അപ്പിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ്റിൽ ഇരുന്നിട്ട് പിന്നെ നബി തങ്ങൾക്ക് ഓരോ സെക്കൻഡും മഖാമ് കയറി പോവുക. അങ്ങനെ വലിയ കേറും. സുൽത്താനടക്കം ആരും കേറൂല. സുൽത്താൻ കയറിയ ഫുള്ള് ആർക്കും കയറാൻ കഴിയൂല. ആദം നബിക്കോ ഈസാ നബിക്കോ ആർക്കും സാധിച്ചിട്ടില്ല റസൂൽ കയറിയ മഖാമുകളൊക്കെ പാടെ കയറാൻ. എന്നാലും വലിയന് കയറാൻ പറ്റിയ രൂപത്തിലൊക്കെ കയറും. അപ്പൊ കയറി പോയാല് വലിയൊരു മഖാമാണ്. പിന്നെ അഹ്മദ് എന്ന മഖാം, മുഹമ്മദ് എന്ന മഖാമിന് തുടങ്ങുക. പിന്നെ അഹ്മദ് എന്ന മഖാം, അത് വലിയ മഖാം. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവരെത്തിയ മഖാമാണ് അഹ്മദ് എന്ന മഖാം. അപ്പൊ അങ്ങനെ 2 മഖാമുണ്ട്. ഹഖീഖത്ത് മുഹമ്മദിയ്യത്തുണ്ട്, ഹഖീഖത്ത് അഹ്മദിയ്യത്തുണ്ട്. മൗലിദുൽ ഹുസ്നൈനിൽ അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. മൗലിദുൽ ഹുസ്നൈനിൽ എല്ലാം ഉണ്ട്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സൂചക ഭാഷ പലർക്കും തിരിയൂല. അതുകൊണ്ട് അത് തിരിയാൻ അത് പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. തിരിയാത്തത് കൊണ്ട് അതിനോട് ശത്രുത കാണിച്ചിട്ട് കാര്യമല്ല. ഫലാ യദ്ഖുലു അഹദുൻ. അതുകൊണ്ട് അപ്പൊ റസൂലുള്ളാഹിയുടെ രൂപിയായിട്ടാണ് മനുഷ്യനെ, ആദം നബി അടക്കമുള്ള മനുഷ്യനെ അല്ലാഹു പഠിച്ചത്. ഫലാ യദ്ഖുലു അഹദുൻ ജഹന്നമ ഇല്ലാ ഇദാ ഗുയ്യിറത് ഹാദിഹിൽ ഹയ്യതു വസീദ ഫിൽ അർകാൻ. ഒരാളും നരകത്തിൽ പ്രവേശിക്കൂല. ഫലാ യദ്ഖുലു അഹദുൻ ജഹന്നമ. പണ്ട് റസൂലുള്ളാഹിയുടെ രൂപത്തിലാണ് റസൂലുള്ളാഹിയുടെ രൂപത്തിലാണ് മനുഷ്യന്മാരുള്ളത്. അതിന്റെ പിന്നെ പഠിച്ചിട്ടുള്ളത് ഹഖീഖത്ത് മുഹമ്മദിന്റെ രൂപത്തിലാണ്. ഒരു ചെറിയ കുട്ടി സംശയം ചോദിച്ചു, വളരെ ചെറിയൊരു കുട്ടി സംശയം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ രൂപത്തിലാകുമ്പോൾ പിന്നെ അങ്ങനെ നരകത്തിലിടുക? അതിന്റെ മറുപടിയാ പറയുന്നത്.
നാദിഫീങ്ങൾ പറഞ്ഞത് നമ്മളെവിടായല്ലേ. ഒരാളും മനുഷ്യരൂപത്തിലുള്ള ഒരാളും നരകത്തിൽ പോകില്ല. റസൂലുള്ളാഹിയുടെ രൂപത്തിലാണ് മനുഷ്യനല്ല പഠിച്ചത്, ആ രൂപത്തിൽ ആരും നരകത്തേക്ക് പോകില്ല. നരകത്തേക്ക് പോകുമ്പോ നരകത്തേക്ക് ഇടുന്ന സമയത്ത് ഇല്ലാ ഇദാ ഗുയ്യിറത് ഹാദിഹിൽ ഹൈഅതു, ഈ രൂപത്തിനെ പൂർണ്ണമായി ചേഞ്ച് ചെയ്യപ്പെടും. വസീദ ഫിൽ അർക്കാൻ, കയ്യും കാലും മൂക്കും ചെവിയൊക്കെ അല്ലാഹു തആല വികസിപ്പിച്ച് വേറെന്തോ ഒരു കോലമാക്കി തീർക്കും. ആനക്കുണ്ടല്ലോ മൂക്ക് കുറച്ച് നീണ്ടുന്നേ ഉള്ളൂ ആനന്റെ മൂക്ക്. ആനന്റെ കൈക്കാലുകളൊക്കെ വേറൊരു കോലത്തിലായി. മനുഷ്യനും ആ കോലത്തിലായ പിന്നെ ആനയും മനുഷ്യനും മാറിയില്ലേ, മനുഷ്യനും ആനന്റെ മാതിരിയായില്ലേ. അപ്പോ നരകത്തിലേക്ക് ശിക്ഷിക്കപ്പെടാൻ വേണ്ടി വലിച്ചെറിയപ്പെടുമ്പോ ആ വലിച്ചെറിയപ്പെടുന്ന ആളെ രൂപമാകെ മാറ്റും, ചേഞ്ച് ചെയ്യപ്പെടും. മനുഷ്യന്റെ രൂപത്തിലല്ല, കാരണം മനുഷ്യന്റെ രൂപം റസൂലുള്ളാഹിയുടെ രൂപമായതുകൊണ്ട് ആ രൂപത്തിൽ നരകത്തിലേക്ക് ആരും തള്ളൂല.